നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഡിമാൻഡുകളുടെ വിശദാംശങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നിങ്ങളോട് സംസാരിക്കും. ഈ ഇവിടെ കൺസൾട്ടൻസ് നേരിടുന്നതായിട്ടുള്ള മാനസികവും സാമ്പത്തികവും മറ്റു തരത്തിൽ ഉള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കോൺഫെഡറേഷനും അതുപോലെ തന്നെ CITUവും അതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകും. വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടും ഇക്കാര്യം സംസാരിക്കാം. ആവശ്യമായിട്ടുള്ള പരിഹാരം ഉടനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം എന്ന കാര്യം മാത്രം സൂചിപ്പിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാ കൺസൾട്ടന്റുമാരെയും ഇപ്പോൾ പല മേഖലകളിൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആധാരം എഴുതുന്ന മേഖലയിൽ ലൈസൻസ് ലഭ്യമാക്കിയിട്ടുള്ള ആളുകൾ, അതുപോലൊരു ലൈസൻസ് അല്ലാതെ ആ ലൈസൻസ് കൊണ്ടെല്ലാം നടന്നു എന്നുള്ളതല്ല, എല്ലാം നീതിയുക്തമായിട്ട് നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇതിനകത്തൊരു സേ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായിട്ടുള്ള ലൈസൻസിങ് സംവിധാനം ഏർപ്പെടുത്തിയാൽ തന്നെ നമ്മളിന്ന് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു അളവിൽ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിശ്ചയമായിട്ടും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ഒരുമയോടുകൂടി നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞ് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസരം അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.